എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ട്രാൻസ്ഫറർ കമ്പനി എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ട്രാൻസ്ഫറർ കമ്പനി എന്നുള്ളത് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഏത് കമ്പനിയാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതിൻ്റെ ബിസിനസ് മറ്റൊരു കമ്പനിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ സെല്ല് ചെയ്യുന്നത്, ആ സെല്ലിംഗ് കമ്പനീനെയാണ് നമ്മൾ ട്രാൻസ്ഫറർ കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ആ ഒരു ട്രാൻസ്ഫറർ കമ്പനി അതിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യാനുള്ള എൻട്രീസ് ആയിരിക്കും അതിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എഴുതുക. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ജേണൽ എൻട്രീസിൻ്റെയും കൂടെ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നോട്ട്സും കൂടിയും ഡിസ്ക്രിപ്ഷനും കൂടി നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഏതൊക്കെയാണ് ആ ജേണൽ എൻട്രിയിൽ നമ്മൾ എടുക്കേണ്ട ഐറ്റംസ്, ഏതൊക്കെ ആ ഒരു ജേണൽ എൻട്രി നമ്മൾ എടുക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു നോട്ട്സും കൂടി നമ്മൾ ഓരോ ജേണൽ എൻട്രീൻ്റെയും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് മുഴുവനായിട്ടും തന്നെ കാണുക. അതോടൊപ്പം തന്നെ ഈ ഒരു ജേണൽ എൻട്രീസ് നമ്മൾ പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു ട്രാൻസ്ഫറർ കമ്പനീൻ്റെ അക്കൗണ്ടിങ് സ്റ്റെപ്സും കൂടി ഒന്ന് ആദ്യം പറയുന്നുണ്ട്. അക്കൗണ്ടിങ് സ്റ്റെപ്സ് ഇൻ ദ ബുക്സ് ഓഫ് ട്രാൻസ്ഫറർ കമ്പനി. ട്രാൻസ്ഫറർ കമ്പനീൻ്റെ ബുക്സിലെ അക്കൗണ്ടിങ് സ്റ്റെപ്സ് എന്താണ്, അതായത് ഈ ഒരു കമ്പനി ക്ലോസ് ചെയ്യുമ്പോൾ അപ്പോൾ അതിൽ എന്തെല്ലാം പ്രൊസീജിയറാണ് ഈ കമ്പനി ഈ ഒരു ബുക്സ് ക്ലോസ് ചെയ്യുമ്പോൾ സമയത്ത് എടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്തെല്ലാം സ്റ്റെപ്പിലൂടെയാണ് ഈ ഒരു ട്രാൻസ്ഫറർ കമ്പനി കടന്നു പോകേണ്ടത്. സോ ആ ഒരു സ്റ്റെപ്പും കൂടി ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. എങ്കിൽ മാത്രമേ ഈ ഒരു അതിന് ശേഷം വരുന്ന ജേണൽ എൻട്രീസ് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം അക്കൗണ്ടിങ് സ്റ്റെപ്സ് ഇൻ ദ ബുക്സ് ഓഫ് ട്രാൻസ്ഫറർ കമ്പനിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. Accounting steps in the books of the transferor or vendor companies in the case of amalgamation. അപ്പോൾ അമാൽഗമേഷൻ നടക്കുന്ന സമയത്ത് ട്രാൻസ്ഫറർ അല്ലെങ്കിൽ വെൻഡർ കമ്പനീൻ്റെ ബുക്സിൽ ഉള്ള അക്കൗണ്ടിങ് സ്റ്റെപ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വരുന്ന ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് പ്രിപ്പയർ ദ ബാലൻസ് ഷീറ്റ്സ് ഓഫ് ദ കമ്പനീസ് ഓൺ ദ ഡേറ്റ് ഓഫ് ലിക്വിഡേഷൻ. അപ്പോൾ ആ ലിക്വിഡേഷൻ നടക്കുന്ന സമയത്തുള്ള ആ കമ്പനീസിൻ്റെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഓപ്പൺ എ റിയലൈസേഷൻ അക്കൗണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മളൊരു റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ എന്തിനാണ് റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ട്രാൻസ്ഫറർ കമ്പനിയിലുള്ള അസറ്റ്സും ലയബിലിറ്റീസൊക്കെ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. എന്നിട്ട് ആ ബിസിനസ്സിലുള്ള അസറ്റ്സും അതോടൊപ്പം തന്നെ ലയബിലിറ്റീസും നമ്മൾ ഈ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അത് ക്യാൻസൽ ചെയ്യുന്നു. മീൻസ് ആ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ദെൻ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ ആണ്. അപ്പോൾ അതിനുശേഷം ട്രാൻസ്ഫറർ കമ്പനിക്ക് എത്രയാണോ പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കുക ആ ഒരു എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ദെൻ ഫോർത്ത് വൺ ക്രെഡിറ്റ് റിയലൈസേഷൻ അക്കൗണ്ട് വിത്ത് പർച്ചേസ് കൺസിഡറേഷൻ. അങ്ങനെ പർച്ചേസ് കൺസിഡറേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണോ ആ പർച്ചേസ് കൺസിഡറേഷൻ എമൗണ്ട് അത് റിയലൈസേഷൻ അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. റിയലൈസേഷൻ അക്കൗണ്ടിൽ പർച്ചേസ് കൺസിഡറേഷൻ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നാലാമത്തെ സ്റ്റെപ്പ്. ദെൻ ഫിഫ്ത്ത് വൺ കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ റിയലൈസേഷൻ. അപ്പോൾ അതിനുശേഷം നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ പ്രോഫിറ്റ് ഓർ ലോസ് നമ്മൾ കാണുന്നു എന്നുള്ള, അതായത് റിയലൈസേഷൻ അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് അസറ്റ്സിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു, ലയബിലിറ്റീസിനെ ട്രാൻസ്ഫർ ചെയ്തു, അതിനുശേഷം പർച്ചേസ് കൺസിഡറേഷൻ എമൗണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ആ അക്കൗണ്ട് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിയലൈസേഷൻ അക്കൗണ്ട് പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസോ ആയിരിക്കും നമുക്ക് ബാലൻസ് കിട്ടുക. അതിനുശേഷം സിക്സ്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഷെയർ ക്യാപിറ്റൽ, അക്യുമുലേറ്റഡ് റിസർവ്സ് ആൻഡ് സർപ്ലസസ് ആൻഡ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ആൻഡ് അക്യുമുലേറ്റഡ് ലോസസ് ടു ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ്. അതായത് പിന്നീട് നമുക്ക് ആ ട്രാൻസ്ഫറർ കമ്പനീൻ്റെ ബാലൻസ് ഷീറ്റിൽ കാണാവുന്ന ലയബിലിറ്റി സൈഡ് കാണുന്ന ഐറ്റംസാണ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്, അക്യുമുലേറ്റഡ് റിസർവ്സ്, സർപ്ലസ്, ഫിക്റ്റീഷ്യസ് അസറ്റ്സ്. അപ്പോൾ ഇത്തരം ഷെയർ ക്യാപിറ്റലിനെയും റിസർവ്സിനെയൊക്കെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയുന്നതാണ് ആറാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദെൻ സെവൻത്ത് വൺ ട്രാൻസ്ഫർ റിയലൈസേഷൻ പ്രോഫിറ്റ് ഓർ ലോസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു റിയലൈസേഷൻ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തു, അപ്പോൾ അത് ബാലൻസ് ചെയ്തപ്പം പ്രോഫിറ്റോ ലോസോ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ പ്രോഫിറ്റ് ആണെങ്കിലും റിയലൈസേഷൻ ലോസ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ദെൻ എയ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിസീവിങ് പർച്ചേസ് കൺസിഡറേഷൻ ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ഓർ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഇൻ ദ ട്രാൻസ്ഫറി കമ്പനി. അപ്പോൾ അതിനുശേഷം ഈ ഒരു ട്രാൻസ്ഫറർ കമ്പനിക്ക്
പർച്ചേസ് കൺസിഡറേഷൻ കിട്ടുന്നത് ചിലപ്പം ഷെയർസ് ആയിട്ടായിരിക്കാം, ചിലത് ഡിബഞ്ചേഴ്സ് ആയിരിക്കാം, ചിലത് ക്യാഷ് ആയിട്ടായിരിക്കാം. അപ്പം ഈ ട്രാൻസ്ഫറി കമ്പനി ഏതെല്ലാം രൂപത്തിലാണോ ഈ ഒരു പർച്ചേസ് കൺസിഡറേഷൻ ട്രാൻസ്ഫറർ കമ്പനിക്ക് കൊടുക്കുന്നത്, സോ അതാണ് ആ ഒരു റെക്കോർഡ് ചെയ്യുന്ന ജേണൽ എൻട്രീസാണ് 8th ആയിട്ട് നമ്മൾ എഴുതേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് റിസീവിങ് പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നതാണ് 8ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദെൻ 9th സ്റ്റെപ്പ് എന്ന് പറയുന്നത് പേയ്മെൻറ്റ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആണ്. അതോടൊപ്പം തന്നെ ഈ ട്രാൻസ്ഫറർ കമ്പനിയിൽ ഏതെങ്കിലും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ, സോ ആ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തിട്ട് അവർക്ക് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള എമൗണ്ട് കൊടുത്തിട്ട് അവരെയും ക്യാൻസൽ ചെയ്യണമെന്നുള്ളതാണ്. അപ്പം പേയ്മെൻറ്റ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നതാണ് 9th സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 10th വൺ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഓർ ക്യാഷ് റിസീവ്ഡ് ഫ്രോം ട്രാൻസ്ഫറി കമ്പനി അമംഗ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രാൻസ്ഫറി കമ്പനി ട്രാൻസ്ഫറർ കമ്പനിക്ക് ഷെയർസ് ആയിട്ടോ ഡിബഞ്ചേഴ്സ് ആയിട്ടൊക്കെ പർച്ചേസ് കൺസിഡറേഷൻ കൊടുത്തിട്ടുണ്ടാവും. സോ ആ കൊടുത്ത ഷെയർസ് അതുപോലെ തന്നെ ഡിബഞ്ചേഴ്സ് ക്യാഷ് ഇതെല്ലാം നിലവിലുള്ള ആ ട്രാൻസ്ഫറർ കമ്പനിയിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നതാണ് 10ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അക്കൗണ്ടിങ് സ്റ്റെപ്സ് ഇൻ ദ ബുക്സ് ഓഫ് ട്രാൻസ്ഫറർ കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് നമ്മൾ പറഞ്ഞത് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. അതിലേക്ക് നമ്മൾ അസറ്റ്സിനെയും ലയബിലിറ്റീസിനെയും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പർച്ചേസ് കൺസിഡറേഷന് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. ദെൻ നമ്മൾ ആ ഒരു റിയലൈസേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസോ കിട്ടും. ആ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നമ്മളതിനെ ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ആ ട്രാൻസ്ഫർ കമ്പനിയുടെ ബാലൻസ് ഷീറ്റിലുള്ള ക്യാപിറ്റൽ അതുപോലെ തന്നെ റിസർവ് എല്ലാം നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പിന്നീട് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫറി കമ്പനി അടുത്തു നിന്നും ട്രാൻസ്ഫർ കമ്പനിക്ക് പർച്ചേസ് കൺസിഡറേഷൻ റിസീവ് ചെയ്യുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അതിനുശേഷം ആ ഒരു ട്രാൻസ്ഫറർ കമ്പനിയിൽ ഏതെങ്കിലും പ്രിഫറൻസ് ഷെയർസ് ഉണ്ടെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കുള്ള പേയ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ദ ലാസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞത് ട്രാൻസ്ഫറി കമ്പനിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള പർച്ചേസ് കൺസിഡറേഷൻ നിലവിലുള്ള എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് 10ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റെപ്സ് എല്ലാവർക്കും ക്ലിയറായി മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് അതിൻ്റെ ജേണൽ എൻട്രീസിലേക്ക് പോകാം. മേലെ നമ്മൾ ഡിസ്കസ് ചെയ്ത അക്കൗണ്ടിങ് സ്റ്റെപ്സിലുള്ള ഇപ്പോൾ ഓരോ സ്റ്റെപ്പിലും നമ്മൾ ഏതെല്ലാം ജേണൽ എൻട്രീസാണ് എഴുതുന്നത് അതാണ് നമ്മൾ ഈ ഒരു ജേണൽ എൻട്രിയിലൂടെ നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ സ്റ്റെപ്പിലും അതുവരെ ബന്ധപ്പെട്ട ജേണൽ എൻട്രീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് 1ാമത്തെ ജേണൽ എൻട്രി നമ്മൾ എഴുതേണ്ടത് ഫോർ ട്രാൻസ്ഫറിങ് അസറ്റ്സ് ടു റിയലൈസേഷൻ അക്കൗണ്ടാണ്. അപ്പോൾ അസറ്റ്സ് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള എൻട്രിയാണ് റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ്സ് അക്കൗണ്ട് ഇൻഡിവിജ്വലി അറ്റ് ബുക്ക് വാല്യൂ. അപ്പോൾ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും. അതിനകത്ത് നമ്മൾ അസറ്റ്സ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള എൻട്രിയാണിത്. അസറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഇൻഡിവിജ്വലി ആയിട്ടാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഫിക്സഡ് അസറ്റ്സ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഫർണിച്ചർ ഒക്കെ ഓരോന്നും ഇൻഡിവിജ്വലിയാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ക്രെഡിറ്റ് ചെയ്യേണ്ട വാല്യൂ എന്ന് പറയുന്നത് ബുക്ക് വാല്യൂവിനാണ് നമ്മൾ, അതായത് എന്താണോ ബാലൻസ് ഷീറ്റ് വാല്യൂ അതിനാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട നോട്ട്സ് ഉണ്ട്, ഒരു 3-4 പോയിൻറ്റ്സ് ഇവിടെ പറയുന്നുണ്ട്. 1ാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് അസറ്റ്സ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ബുക്ക് വാല്യൂവിനാണ്, ഒരിക്കലും അഗ്രീഡ് വാല്യൂവിനല്ല എന്നുള്ളതാണ്. അതായത് ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണോ ബാലൻസ് ഷീറ്റിൽ കാണിച്ചിട്ടുള്ള വാല്യൂ, സോ ആ വാല്യൂവിനാണ് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് അസറ്റ്സ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഇതാണ് 1ാമത്തെ പോയിൻറ്റ്. 2ാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ബാലൻസ് ഷീറ്റിലുണ്ടെങ്കിൽ നമുക്ക് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത്തരം ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ഒരിക്കലും റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ഏതൊക്കെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. പ്രിലിമിനറി എക്സ്പെൻസസ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, ഡെബിറ്റ് ബാലൻസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ഇത്തരം ഐറ്റംസിനെയാണ് നമ്മൾ ഫിക്റ്റീഷ്യസ് അസറ്റ്സ് എന്ന് പറയാം. അപ്പോൾ ഇത്തരം ഫിക്റ്റീഷ്യസ് അസറ്റ്സ് നമ്മൾ ഒരിക്കലും റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇനി 3ാമത്തെ, ഇഫ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് അറ്റ് ബാങ്ക് ആർ നോട്ട് ടേക്കൺ ഓവർ ബൈ ദ ട്രാൻസ്ഫറി കമ്പനി ദീസ് ഷുഡ് നോട്ട് ബി ട്രാൻസ്ഫേർഡ് ടു റിയലൈസേഷൻ അക്കൗണ്ട്. ഇപ്പം ചില ക്വസ്റ്റ്യനിൽ പറയും
ക്യാഷ് ട്രാൻസ്ഫർ കമ്പനി ഏറ്റെടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഏറ്റെടുക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ക്യാഷിൻ്റെ കേസിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ആ ക്യാഷ് ഓർ ബാങ്ക് ബാലൻസ് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പം ക്വസ്റ്റ്യനിൽ ക്യാഷ് ഓർ ബാങ്ക് ഏറ്റെടുക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് പിന്നെ അത് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ദെൻ ഫോർത്ത് പോയിൻ്റ് എന്ന് പറയുന്നത് അതർ അസറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ക്യാഷ് അല്ലാത്ത മറ്റുള്ള അസറ്റ്സിൻ്റെ കേസിൽ അത് ട്രാൻസ്ഫർ കമ്പനി ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും നമ്മളത് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ക്യാഷിൻ്റെ കേസിൽ മാത്രമാണ് ഏറ്റെടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ മറ്റുള്ള അസറ്റ്സ് ട്രാൻസ്ഫർ കമ്പനി ഏറ്റെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ അത് എടുക്കണം എന്നുള്ളതാണ്. ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇൻറ്റാഞ്ചിബിൾ അസറ്റ്സ് ആയിട്ടുള്ള ഗുഡ് വില്ല്, പാറ്റൻറ്റ്, ട്രേഡ് മാർക്ക്, അപ്പോൾ ഇത്തരം ഇൻറ്റാഞ്ചിബിൾ അസറ്റ്സ് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ജേണൽ എൻട്രി ആയിട്ട് നമ്മൾ പറഞ്ഞത്. അതായത് നമ്മൾ അസറ്റിനെ റിയലൈസേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള എൻട്രി നമ്മൾ പറഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട പോയിൻറ്റ്സ് നമ്മൾ പറഞ്ഞെന്താണ്, ഒന്ന് നമ്മളെന്താണ് ഈ ഒരു അസറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ബുക്ക് വാല്യൂവിനാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ഒരിക്കലും റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ മൂന്നാമത്തെ പോയിൻ്റ് നമ്മൾ പറഞ്ഞു, ക്യാഷ് ഓർ ബാങ്ക് ബാലൻസ് ട്രാൻസ്ഫർ കമ്പനി ഏറ്റെടുക്കുന്നില്ല എങ്കിൽ അത് നമ്മൾ ഒരിക്കലും റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ആ ലാസ്റ്റ് പോയിൻ്റ് പറഞ്ഞെന്ന് വെച്ചാൽ മറ്റുള്ള അസറ്റ്സിൻ്റെ കേസിൽ ക്യാഷ് അല്ലാത്ത മറ്റുള്ള അസറ്റ്സ് ഏറ്റെടുക്കുന്നില്ല എന്ന് ട്രാൻസ്ഫർ കമ്പനി പറയുകയാണെങ്കിൽ പോലും അത് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുള്ള. അതുപോലെ തന്നെ ഇൻറ്റാഞ്ചിബിൾ അസറ്റ്സ് ആയിട്ടുള്ള ഇത്തരം കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക് അതും നമ്മൾ എന്ത് ചെയ്യണം, റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ എൻട്രി നമുക്ക് നോക്കാം. രണ്ടാമത്തെ എൻട്രി എന്ന് പറയുന്നത് ഫോർ ട്രാൻസ്ഫറിങ് ലയബിലിറ്റീസ് ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ഓൺലി ടു റിയലൈസേഷൻ അക്കൗണ്ട്. അപ്പം അസറ്റ്സ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ നമ്മൾ ലയബിലിറ്റീസ് ആണ് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ എൻട്രിയാണ് ലയബിലിറ്റീസ് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട്. അപ്പോൾ ആ ലയബിലിറ്റീസ് നമ്മൾ ഇൻഡിവിജ്വലി ബുക്ക് വാല്യൂവിനാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അതായത് ബാലൻസ് ഷീറ്റിൽ എത്രയാണോ ലയബിലിറ്റീസിന് ഓരോ ലയബിലിറ്റീസിൻ്റെയും വാല്യൂ, സോ അതാണ് നമ്മളിവിടെ ആ ഒരു വാല്യൂവിനാണ് നമ്മൾ ഈ ഒരു റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ഈ ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതും ഇൻഡിവിജ്വലി നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ രണ്ടാമത്തെ ജേണൽ എൻട്രിയായിട്ട് ബന്ധപ്പെട്ട പോയിൻറ്റ്സ് ആണ്, നോട്ട്സ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ലയബിലിറ്റീസ് ട്രാൻസ്ഫർ കമ്പനി ഏറ്റെടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതൊരിക്കലും റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, ഏതെങ്കിലും ലയബിലിറ്റി ട്രാൻസ്ഫർ കമ്പനി ഏറ്റെടുക്കാത്തതുണ്ടെങ്കിൽ അത് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിൻ്റ് എന്താ വെച്ചാൽ ഡിബഞ്ചേഴ്സ് അതർ ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതും നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ചില സമയത്ത് ബാലൻസ് ഷീറ്റിൽ പ്രൊവിഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ ആ പ്രൊവിഷൻസും നമ്മൾ എന്ത് ചെയ്യണം, റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഏതൊക്കെയാണ് ഇവിടെ പ്രൊവിഷൻസ് എന്ന് പറയുന്നുണ്ട്. അതായത് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ, പ്രൊവിഷൻ ഫോർ ടാക്സ്, എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട്, പെൻഷൻ ഫണ്ട്. അപ്പോൾ ഇത്തരം പ്രൊവിഷൻസ് ബാലൻസ് ഷീറ്റിൽ ഉണ്ട് എങ്കിൽ ഇത്തരം പ്രൊവിഷൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണമെന്നുള്ളതാണ്. ദെൻ നാലാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് റിസർവ്സ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ബാലൻസ് ഷീറ്റിൽ വരുന്ന റൈറ്റാണ് റിസർവ്സ് എന്ന് പറയുന്നത്, നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ റിസർവ് ഇവിടെ പറയുന്നുണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്രെഡിറ്റ് ബാലൻസ്, ജനറൽ റിസർവ്, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ ഫണ്ട്, ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട്. ഇതൊക്കെ നമുക്ക് സാധാരണ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റീസിൽ കാണുന്ന റിസർവ് ഐറ്റംസ് ആണ്. അപ്പോൾ ഇത്തരം റിസർവ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. പിന്നീട് അത് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അങ്ങോട്ടാണ്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിലേക്കാണ് നമ്മൾ ഇത്തരം റിസർവ്സിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ആൻഡ് ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഏതെങ്കിലും ചില ഫണ്ടുകൾ ഉണ്ടാവും, അത് ലയബിലിറ്റി ആയിട്ടും കൺസിഡർ ചെയ്യാറുണ്ട്, റിസർവ് ആയിട്ടും കൺസിഡർ ചെയ്യാറുണ്ട്. ലയബിലിറ്റി ആയിട്ടും അതോടൊപ്പം തന്നെ റിസർവ് ആയിട്ടും കൺസിഡർ ചെയ്യുന്ന ചില ഫണ്ടുകൾ ഉണ്ടാവും. അപ്പോൾ അതിന് എക്സാമ്പിൾ ആണെങ്കിൽ വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരേ സമയം തന്നെ ലയബിലിറ്റിയാണ്, അതോടൊപ്പം തന്നെ അത് റിസർവുമാണ്. അപ്പോൾ അത്തരം ഫണ്ടിൻ്റെ കേസിൽ നമ്മൾ എത്രയാണോ അതിൻ്റെ ലയബിലിറ്റി പോർഷൻ എന്ന് പറയുന്നത്, ആ ലയബിലിറ്റി പോർഷൻ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതോടൊപ്പം തന്നെ എത്രയാണോ അതിൻ്റെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റിൻ്റെ പോർഷൻ എന്ന് പറയുന്നത്, അത്തരം അക്യുമുലേറ്റഡ് പ്രോഫിറ്റിൻ്റെ പോർഷൻ നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്യും.
അപ്പോൾ അതാണ്. അപ്പം ലയബിലിറ്റി ആൻഡ് റിസർവ് ആയി രണ്ടു രീതിയിലും പ്രവർത്തിക്കുന്ന ചില ഫണ്ടുകൾ ഉണ്ടെങ്കിൽ അതിൽ എത്രയാണോ അതിൻ്റെ ലയബിലിറ്റി പോർഷൻ അത് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്കും അതുപോലെ തന്നെ അതിൻ്റെ പ്രോഫിറ്റിൻ്റെ പോർഷൻ എത്രയാണോ അതിനെ ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ജേണൽ എൻട്രി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്ത മൂന്നാമത്തെ ജേണൽ എൻട്രിയിലേക്ക് പോകാം. ഫോർ ദി പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ഫ്രം ദി ട്രാൻസ്ഫറി കമ്പനി. അത് ട്രാൻസ്ഫറി കമ്പനിയിൽ നിന്നും പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആവുന്ന സമയത്തുള്ള ജേണൽ എൻട്രിയാണ് ട്രാൻസ്ഫറി കമ്പനി അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട്. ട്രാൻസ്ഫറി കമ്പനി അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട്. ഇനി നാലാമത്തെ ജേണൽ എൻട്രിയാണ് ഓൺ റിസീവിങ് പർച്ചേസ് കൺസിഡറേഷൻ. അപ്പോൾ അങ്ങനെ ഡ്യൂ ആയി, ഇനി ആ ഒരു പർച്ചേസ് കൺസിഡറേഷൻ ട്രാൻസ്ഫറി കമ്പനിയിൽ നിന്ന് ട്രാൻസ്ഫറർ കമ്പനിക്ക് റിസീവ് ചെയ്യാണ്. അപ്പോൾ എൻട്രി ഇങ്ങനെ വരിക: ഇക്വിറ്റി ഷെയർസ് ഇൻ ട്രാൻസ്ഫറി കമ്പനി അക്കൗണ്ട് ഡെറ്റർ, പ്രിഫറൻസ് ഷെയർസ് ഇൻ ട്രാൻസ്ഫറി കമ്പനി അക്കൗണ്ട് ഡെറ്റർ, ഡിബഞ്ചേഴ്സ് ഇൻ ട്രാൻസ്ഫറി കമ്പനി അക്കൗണ്ട് ഡെറ്റർ, ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ട്രാൻസ്ഫറി കമ്പനി. അപ്പോൾ എന്തെല്ലാം ഐറ്റംസ് ആണോ എന്തെല്ലാം രൂപത്തിലാണോ ഇവർക്ക് പർച്ചേസ് കൺസിഡറേഷൻ കിട്ടുന്നത് അപ്പോൾ ആ മോഡ്സിനൊക്കെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. അവിടെ ഷെയർസിനെയും ഇക്വിറ്റി ഡിബഞ്ചേഴ്സിനെയും ക്യാഷും ഇതൊക്കെ നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വേറെ ഏതെങ്കിലും ഫോമിൽ കിട്ടുകയാണെങ്കിൽ അതും നമ്മൾ ഡെബിറ്റ് ചെയ്യും. അതിന് ശേഷം ക്രെഡിറ്റ് ചെയ്യേണ്ടത് ടു ട്രാൻസ്ഫറി കമ്പനി എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഫിഫ്ത്ത് ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഫോർ ദി സെയിൽ ഓഫ് അസറ്റ്സ് നോട്ട് ടേക്കൺ ഓവർ ബൈ ദി ട്രാൻസ്ഫറി കമ്പനി. ഇനി ഏതെങ്കിലും അസറ്റ്സ് ട്രാൻസ്ഫറി കമ്പനി ഏറ്റെടുക്കാത്ത കേസ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ചില എല്ലാ അസറ്റ്സും ട്രാൻസ്ഫറി കമ്പനി ഏറ്റെടുക്കണമെന്നില്ല. സോ അങ്ങനെ ഏതെങ്കിലും അസറ്റ്സ് ഏറ്റെടുക്കാത്തതുണ്ടെങ്കിൽ അതിൻ്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നതാണ് ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. ദെൻ സിക്സ്ത് ജേണൽ എൻട്രിയാണ് ഫോർ ഡിസ്ചാർജിങ് ലയബിലിറ്റീസ് നോട്ട് ടേക്കൺ ഓവർ ബൈ ദ ട്രാൻസ്ഫറി കമ്പനി. അപ്പോൾ അതേപോലെ തന്നെ ട്രാൻസ്ഫറി കമ്പനി ഏറ്റെടുക്കാത്ത ഏതെങ്കിലും ലയബിലിറ്റീസ് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജേണൽ എൻട്രിയാണ് ലയബിലിറ്റി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണോ ലയബിലിറ്റി അതിനെ ഡെബിറ്റ് ചെയ്യുന്നു, ദെൻ ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പം ഈ ഒരു ഏറ്റെടുക്കാത്ത ലയബിലിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, അത് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യില്ല. ആ ഒരു ലയബിലിറ്റി നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യില്ല. അതിന് പകരം ആ ഒരു ലയബിലിറ്റി നമ്മൾ സെറ്റിൽ ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റോ ലോസോ ചിലപ്പോൾ വരാം. ആ ലയബിലിറ്റി നമ്മൾ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസോ വരാം. അപ്പോൾ ആ പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറയുന്നത് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ നിർബന്ധമായിട്ട് എടുക്കണം എന്നുള്ളതാണ്. ലയബിലിറ്റി നമ്മൾ ഒരിക്കലും ഏറ്റെടുക്കാത്ത ലയബിലിറ്റി ഒരിക്കലും നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യില്ല. പക്ഷേ ആ ലയബിലിറ്റി നമ്മൾ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റോ ലോസോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് ഓർ ലോസ് എമൗണ്ടിന് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ കാണിക്കണം എന്നുള്ളതാണ്. പ്രോഫിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ ആ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് ലോസ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. ലോസ് ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യും, അതേപോലെ പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും എന്നുള്ളതാണ്. ദെൻ സെവൻത്ത് ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഫോർ ലിക്വിഡേഷൻ എക്സ്പെൻസസ്. അപ്പോൾ ലിക്വിഡേഷൻ എക്സ്പെൻസസ് കൊടുക്കുന്ന സമയത്താണ്. അപ്പോൾ ഇതിൽ രണ്ട് കേസാണുള്ളത്. ഒന്നാമത്തത് ഇഫ് ലിക്വിഡേഷൻ എക്സ്പെൻസസ് ആർ മെറ്റ് ബൈ ദി ട്രാൻസ്ഫറർ കമ്പനി. അതായത് ട്രാൻസ്ഫറർ കമ്പനിയാണ് ഈ ഒരു ലിക്വിഡേഷൻ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നത് എങ്കിൽ അതിൻ്റെ ജേണൽ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് എന്നുള്ളതാണ്. ഇനി ഈ ലിക്വിഡേഷൻ എക്സ്പെൻസ് കൊടുക്കുന്നത് ട്രാൻസ്ഫറി കമ്പനിയാണെന്നുണ്ടെങ്കിൽ, അതായത് പർച്ചേസ് ചെയ്യുന്ന കമ്പനിയാണ് കൊടുക്കുന്നത് എങ്കിൽ നമുക്ക് ഒരു എൻട്രി നമ്മൾ പാസ് ചെയ്യേണ്ട എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ലിക്വിഡേഷൻ എക്സ്പെൻസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ളത്. അപ്പം ട്രാൻസ്ഫറർ കമ്പനി കൊടുക്കുകയാണെങ്കിൽ മാത്രം ഈ ഒരു ട്രാൻസ്ഫറർ കമ്പനീൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ ജേണൽ എൻട്രി എഴുതിയാൽ മതി. ട്രാൻസ്ഫറി കമ്പനിയാണ് ഇത്തരം ലിക്വിഡേഷൻ എക്സ്പെൻസ് കൊടുക്കുന്നത് എങ്കിൽ ട്രാൻസ്ഫറർ കമ്പനിയിൽ ഒരു ജേണൽ എൻട്രീസ് നമ്മൾ പാസ് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. ഇനി എട്ടാമത്തെ ഒരു ജേണൽ എൻട്രിയാണ് ഒബ്റ്റെയിൻ ദി ബാലൻസ് ഓഫ് ദി റിയലൈസേഷൻ അക്കൗണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു റിയലൈസേഷൻ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ബാലൻസ് ഉണ്ടാവും അല്ലേ, റിയലൈസേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പ്രോഫിറ്റോ റിയലൈസേഷൻ പ്രോഫിറ്റോ അല്ലെങ്കിൽ റിയലൈസേഷൻ ലോസോ കിട്ടും. അപ്പോൾ നമ്മൾ റിയലൈസേഷൻ പ്രോഫിറ്റ് ആണെങ്കിൽ ഒരു ജേണൽ എൻട്രിയാണ്, റിയലൈസേഷൻ ലോസ് ആണെങ്കിൽ മറ്റൊരു ജേണൽ എൻട്രിയാണ്. അപ്പോൾ ഒന്നാമത്തത് റിയലൈസേഷൻ ലോസ് ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ജേണൽ എൻട്രി ഫോർ ലോസ് ഓൺ റിയലൈസേഷൻ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട്.
ഇനി രണ്ടാമത്തെ കേസ് ഫോർ പ്രോഫിറ്റ് ഓൺ റിയലൈസേഷൻ. നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. അപ്പം പ്രോഫിറ്റ് ആണെങ്കിലും ശരി, റിയലൈസേഷൻ ലോസ് ആണെങ്കിലും ശരി, ആ രണ്ടും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്കാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി 9ാമത്തെ ജേണൽ എൻട്രി നമുക്ക് നോക്കാം. 9th ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഫോർ ക്ലോസിംഗ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ബൈ ട്രാൻസ്ഫറിങ് ഇറ്റ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ട്രാൻസ്ഫറർ കമ്പനിയിൽ ഏതെങ്കിലും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് അത് ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രിയാണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ അവരുടെ ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുമ്പോൾ 2 രീതിയിൽ കൊടുക്കാം. ഒന്നിൽ പ്രീമിയത്തിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഡിസ്കൗണ്ടിൽ കൊടുക്കാം. ഓക്കെ, ഇനി പ്രീമിയത്തിലാണ് അവർക്ക് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുന്നതെങ്കിൽ, അതായത് അവരിൽ നിന്ന് വാങ്ങിയതിനേക്കാളും കൂടുതൽ എമൗണ്ട് നമ്മൾ തിരിച്ചു കൊടുക്കുക, അതിനാണ് പ്രീമിയം എന്ന് പറയാം. അപ്പോൾ അങ്ങനെ പ്രീമിയത്തിനാണ് നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എമൗണ്ട് കൊടുക്കുന്നത് എങ്കിൽ ആ പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണമെന്നുള്ളതാണ്. പ്രീമിയത്തിനാണ് നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എമൗണ്ട് കൊടുക്കുന്നത് എങ്കിൽ ആ പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് റിയലൈസേഷൻ അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യണമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഡിസ്കൗണ്ടിനാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എമൗണ്ട് കൊടുക്കുന്നത്, അതായത് അവരുടെ ക്യാപിറ്റലിനേക്കാൾ കുറഞ്ഞ എമൗണ്ടാണ് നമ്മൾ അവർക്ക് തിരിച്ചു കൊടുക്കുന്നത് എങ്കിൽ അത്തരം ഡിസ്കൗണ്ട് എത്രയാണോ ആ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണമെന്നുള്ളതാണ്. റിയലൈസേഷൻ ഡിസ്കൗണ്ട് എമൗണ്ട് എന്ന് പറയുന്നത് റിയലൈസേഷൻ അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണമെന്നുള്ളതാണ്. അപ്പം പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഡിസ്കൗണ്ടിനാണ് നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസ്കൗണ്ട് എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പേയ്മെൻറ്റ് കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള ജേണൽ എൻട്രി എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ 10ാമത് ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഫോർ പേയിങ് ഓഫ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഇനി നമ്മൾ ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾക്ക് അവർക്ക് എമൗണ്ട് കൊടുക്കുകയാണ്, പേയിങ് ഓഫ് അല്ലെങ്കിൽ അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്ന ജേണൽ എൻട്രിയാണ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രിഫറൻസ് ഷെയർസ് ഇൻ ട്രാൻസ്ഫറിംഗ് കമ്പനി, ടു ബാങ്ക് ഇഫ് എനി, ടു ഡിബഞ്ചേഴ്സ് ഇഫ് എനി. അല്ലേ, അപ്പം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ ട്രാൻസ്ഫറിംഗ് കമ്പനിയിലുള്ള പ്രിഫറൻസ് ഷെയർസ് കൊടുക്കാം, അല്ലെങ്കിൽ ചിലപ്പം കുറച്ച് ക്യാഷ് ഓർ ബാങ്ക് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ആയിട്ടൊക്കെ കൊടുക്കാം. അപ്പോൾ ഏതൊക്കെയാണോ നമ്മൾ കൊടുക്കുന്നത് സോ അത്രയും കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ക്രെഡിറ്റ് ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ ഇതാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പേ ഓഫ് ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് 11th ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഫോർ ട്രാൻസ്ഫറിങ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ് എക്സെട്ര. അപ്പോൾ നമ്മൾ എല്ലാം നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. സോ അതിൽ നമ്മൾ ബാലൻസ് ഷീറ്റിൽ വരുന്ന ലയബിലിറ്റി സൈഡിൽ വരുന്ന കുറച്ച് ഐറ്റംസ് ആണ് ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ്, സർപ്ലസ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരം എമൗണ്ടിന് നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. സോ അതിൻ്റെ ജേണൽ എൻട്രിയാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, ജനറൽ റിസർവ്സ് അക്കൗണ്ട് ഡെറ്റർ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ് അക്കൗണ്ട് ഡെറ്റർ, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ ടു സൺട്രി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. അപ്പം ബാലൻസ് ഷീറ്റിൽ എന്തെല്ലാം ഷെയർ ഹോൾഡേഴ്സായിട്ട് ബന്ധപ്പെട്ട ഫണ്ട് ഉണ്ടോ ഇതെല്ലാം ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടാണ്. അതെല്ലാം നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് അത് നമ്മൾ ക്യാൻസൽ ചെയ്യുക എന്നുള്ളതാണ്. ഇനി 12th ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഫോർ ട്രാൻസ്ഫറിങ് അക്യുമുലേറ്റഡ് ലോസസ് ആൻഡ് എക്സ്പെൻസസ് നോട്ട് റിട്ടേൺ ഓഫ്. അതോടൊപ്പം തന്നെ ബാലൻസ് ഷീറ്റിൽ ഏതെങ്കിലും അക്യുമുലേറ്റഡ് ലോസസ് അല്ലെങ്കിൽ എക്സ്പെൻസസ് ഇതുവരെ റിട്ടേൺ ഓഫ് ചെയ്യാത്തതുണ്ടെങ്കിൽ അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അക്കൗണ്ടിലേക്ക് തന്നെയാണ്. അല്ലേ, നമ്മൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട്, അതായത് 11th ജേണൽ എൻട്രിയിൽ നമ്മൾ പറഞ്ഞത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടെല്ലാം നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് മാറ്റിയ പോലെ തന്നെ അവരുടെ ലോസസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും അക്യുമുലേറ്റഡ് ലോസസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിക്റ്റീഷ്യസ് അസറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പെൻസസോ ഉണ്ടെങ്കിൽ അതും നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ എൻട്രിയാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് പ്രിലിമിനറി എക്സ്പെൻസസ് ടു ഡിസ്കൗണ്ട് ഓർ എക്സ്പെൻസസ് ഓൺ ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ്. ഇനി വേറെ ഏതെങ്കിലും ലോസസ് ഉണ്ടെങ്കിൽ അതും നമ്മൾ ക്രെഡിറ്റ് ചെയ്യുമെന്നുള്ളതാണ്. ഇനി 13ാമത്തെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഫോർ ഫൈനൽ പേയ്മെൻറ്റ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്.
അങ്ങനെ നമ്മൾ എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ ഫൈനൽ പേയ്മെൻറ്റ് കൊടുക്കുകയാണ്. ട്രാൻസ്ഫറർ കമ്പനിയിലുള്ള എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ ഫൈനൽ പേയ്മെൻറ്റ് കൊടുക്കുന്ന എൻട്രിയാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർസ് ഇൻ ട്രാൻസ്ഫറി കമ്പനി ടു ബാങ്ക് അക്കൗണ്ട് ഇഫ് എനി ടു ഡിബെഞ്ചേഴ്സ് ഇഫ് എനി. ഇത് നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഏതൊക്കെ ഫോമിലാണോ ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ കൊടുക്കുന്നത് അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ട്രാൻസ്ഫറി കമ്പനിയുടെ ഷെയർസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങ് അത് ക്രെഡിറ്റ് ചെയ്യണം. ദെൻ ബാങ്കായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഡിബഞ്ചേഴ്സ് രൂപത്തിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അതും നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഏതൊക്കെ ഫോമിലാണ് കൊടുക്കുന്നത് അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രെഡിറ്റ് ആയിട്ടാണ് കാണിക്കുക. അപ്പോൾ ഇതാണ് ഫൈനൽ പേയ്മെൻറ്റ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ജേണൽ എൻട്രീസ്, അതായത് 13 ജേണൽ എൻട്രീസ് നമ്മൾ എഴുതുന്നതോടുകൂടി ട്രാൻസ്ഫറർ കമ്പനിയിലുള്ള എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സും ക്ലോസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അസറ്റ്സ്, ലയബിലിറ്റീസ്, ഷെയർ ക്യാപിറ്റൽ, അങ്ങനെ എന്തെല്ലാം ബാലൻസ് ഷീറ്റ് ഐറ്റംസ് ഉണ്ടോ എല്ലാ ഐറ്റംസും ഈ ഒരു ജേണൽ എൻട്രി, ഇത്രയും ജേണൽ എൻട്രീസ് എഴുതുന്നതോടുകൂടി ആ ട്രാൻസ്ഫറർ കമ്പനിയുടെ എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമുക്ക് ക്ലോസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഒരു ട്രാൻസ്ഫറർ കമ്പനി അതിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ പാസ് ചെയ്യേണ്ട ജേണൽ എൻട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻസ്, ഇതിൻ്റെ പ്രോബ്ലം സൈഡിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ വളരെ ക്ലിയറായി മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ട് തന്നെ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ഞാൻ ഇടുന്ന ഇത്തരം കൊമേഴ്സ് റിലേറ്റഡ് വീഡിയോസ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ വന്നെത്തുന്നതായിരിക്കും.